ശ്രീ കെ ഉണ്ണികൃഷ്ണൻ. സർ, ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്നത് മൂലം സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായി കണക്കാക്കിയിട്ടുണ്ടോ? ഇതുമൂലമുള്ള മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാമോ? സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുകൂടി ആവർത്തിക്കോ ശ്രീ സി കെ ഹരീന്ദ്രൻ. ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്നത് മൂലം സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുമൂലമുള്ള മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ട് സാർ. ഈ സ്കാനിംഗ് സമ്പ്രദായം പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല, സർക്കാരിന് അത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ മുദ്രപത്രങ്ങൾ നാസിക്കിലെ സെക്യൂരിറ്റി പ്രശ്നമാണ് തയ്യാറാക്കി വരുന്നത്. ഇതിൻ്റെ വ്യത്യസ്ത മൂല്യങ്ങളുള്ള പ്രിൻറ്റിങ്ങിനും അതിൻ്റെ വിതരണത്തിനും വലിയ സാമ്പത്തിക ചിലവുണ്ടാകുന്നു. എന്നാൽ ഈ സ്റ്റാമ്പിംഗ് സമ്പ്രദായം വഴി ഏത് മൂല്യത്തിലുള്ള മുദ്രപത്രവും ഓൺലൈനായി ലഭ്യമാക്കാൻ കഴിയും. ഇതുവഴി സംസ്ഥാനത്തിന് പ്രതിവർഷം 60 കോടി രൂപയോളം പ്രിന്റിംഗ് ചെലവിനത്തിൽ മാത്രം ലാഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുദ്രപത്രങ്ങൾക്കുള്ള ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. മുദ്രവില ഇനത്തിലുള്ള ചോർച്ച പൂർണ്ണമായും തടയുകയും മുദ്രവില നിർണ്ണയം കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്യും. വിവിധ വകുപ്പുകൾ IT സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് മുദ്രവില ആകർഷിക്കുന്ന എല്ലാ ഇടപാടുകൾക്കും ശരിയായ മുദ്രവില ഈടാക്കാൻ സാധിക്കുകയും ഇതെല്ലാം വഴി നമുക്ക് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിന് ആഴ്ചകളുടെ കാലതാമസം വന്നിരുന്നത് മൂലം അത്യാവശ്യ വായ്പ എടുക്കാൻ പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു. ആധുനികവൽക്കരണം മൂലം ഇതിന് പരിഹാരമായിട്ടുണ്ടോ? ആധുനികവൽക്കരണം കൊണ്ട് സാർ, ഈ പറഞ്ഞ കാര്യം ശരി. ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് ആഴ്ചകളുടെ കാലതാമസം വന്നിരുന്നു. അതുമൂലം അത്യാവശ്യ വായ്പ എടുക്കാൻ പോലും ജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കണക്കെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ആധുനികവൽക്കരണം മൂലം ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ പ്രയാസങ്ങൾ എന്നാൽ ഡിജിറ്റൈസേഷൻ നടപ്പിലാക്കിയ വഴി ബാധ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനും ആവശ്യക്കാരന് ഓഫീസിൽ ചെല്ലാതെ തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയുന്നു. ഇതുമൂലം കാലതാമസം കൂടാതെ ഇത് ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രായോഗികമായ വശം.